നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേക ബുള്ളറ്റിൻ 24 ഇലക്ഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മന്ത്രി PA മുഹമ്മദ് റിയാസ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയുമായി UDF. കോഴിക്കോട് സ്റ്റേഡിയം രാജ്യാന്തര നിലവാരത്തിലെത്തിക്കാൻ തീരുമാനിച്ചെന്ന് പൊതുവേദിയിൽ പ്രസംഗിച്ചതിനാലാണ് പരാതി. പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. ജില്ലാ ഭരണകൂടത്തിന്റെ നോട്ടീസ് തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ചെയ്ത കാര്യങ്ങൾ പറയുന്നതിൽ എന്താ തെറ്റ്? എല്ലാവരും സന്തോഷിക്കല്ലേ ചെയ്യേണ്ടത്? ഇതിനൊക്കെ എല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെ എല്ലാവരുടെ അടുത്തും ക്യാമറയും മൊബൈലും ഒക്കെ ഉള്ളതല്ലേ. ഇതിലെന്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയണ്ടെന്ന് അറിയുന്നവരല്ലേ നമ്മളൊക്കെ. പെരുമാറ്റച്ചട്ടമൊക്കെ പാലിച്ചു പോകുന്നവരല്ലേ. അപ്പോൾ മന്ത്രിയായതിനു ശേഷം നിരവധി ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ട് നമ്മളൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പോയതല്ലേ. പെരുമാറ്റച്ചട്ടം എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ ധാരണ ഉള്ളവരല്ലേ. അപ്പം ഞങ്ങളൊക്കെ ഇതൊക്കെ പെരുമാറ്റച്ചട്ടവും കാര്യങ്ങളൊക്കെ അറിയുന്നവരാണല്ലോ. പിന്നെ ഒരു വിവാദം ഉണ്ടാക്കുക, ഒരു കുഴപ്പമുണ്ടാക്കുക, LDF ആകെ മോശമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷേ ഇക്കാര്യങ്ങൾ എവിടെയും ഞങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. ഇനിയും പറയാലോ. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അരുൺ, മന്ത്രി പറഞ്ഞതുപോലെ ഇത് അങ്ങനെ ഒരു ചട്ടലംഘനം താൻ നടത്തിയിട്ടില്ല എന്ന് മന്ത്രി പറയുന്നു. ഔദ്യോഗികമായി തന്നെ ഈ പരാതിയിലേക്ക് കടക്കുന്നുണ്ടോ UDF? അതോ ഇതുപോലെ ഒരു വിവാദമാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണോ അതിന് പിന്നിലുള്ളത്? സ്മിത, ഔദ്യോഗികമായി തന്നെ UDFന്റെ ജില്ലാ കമ്മിറ്റി ഇതിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെയാണ് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ ഇത്തരത്തിൽ ഒരു പരിപാടി സ്പോർട്സ് ഫെർട്ടനിറ്റി എന്നൊരു സംഘടനയുടെ നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിലെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത്. മന്ത്രി മുഹമ്മദ് റിയാസാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി എളമരം കരീം ഉൾപ്പെടെ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ആ പരിപാടിക്കിടെയാണ് മന്ത്രിയുടെ ഭാഗത്ത് ഇത്തരത്തിലൊരു പരാമർശമുണ്ടായത്. അത് കോഴിക്കോട്ടെ സ്റ്റേഡിയം രാജ്യാന്തര നിലവാരത്തിൽ ഉയർത്തും, അത് സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്, ആ നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന ഒരു പ്രഖ്യാപനമാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനുശേഷം ഈ വീഡിയോ ഉൾപ്പെടെ സമർപ്പിച്ചാണ് ജില്ലാ കളക്ടർക്ക് UDF ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത്. ഇപ്പോൾ ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇതിൽ ജില്ലാ കളക്ടർ ഒരു പ്രാഥമികമായ പരിശോധന നടത്തിയ ശേഷം ഒടുവിലായി അല്പസമയം മുമ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്ന വിവരമാണ് ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്നത്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീഡിയോ ഉൾപ്പെടെ ഇതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ മന്ത്രിയോട് ജില്ലാ കളക്ടർ, അതായത് ജില്ലാ വരണാധികാരി വിശദീകരണം തേടിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ മന്ത്രി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകേണ്ടതുണ്ട്. ഇതിൽ നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി ഇതിൽ വിശദീകരണവുമായി നേരത്തെ അത്തരത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. ഇതിൽ പെരുമാറ്റച്ചട്ട ലംഘനം ഒന്നും നടന്നിട്ടില്ല. നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് ഈ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനം നേരത്തെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളതാണ്. അത് ഈ പരിപാടിയിൽ വെച്ച് ഈ കായിക മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെ ഇത് പരാമർശിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞതിൽ തെറ്റില്ല, പെരുമാറ്റച്ചട്ട ലംഘനമില്ല എന്ന വിശദീകരണമാണ് ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ദൃശ്യങ്ങളിൽ ഈ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ കൃത്യമായിട്ട് തന്നെ കാണാം, ഈ മന്ത്രിയുടെ പ്രസംഗം ചിത്രീകരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ച ഒരു ഫോട്ടോഗ്രാഫറാണ്. ആ ഫോട്ടോഗ്രാഫർ ദൃശ്യം ചിത്രീകരിക്കുന്നതിനിടെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള എളമരം കരീം അതോടൊപ്പം തന്നെ LDFന്റെ മറ്റ് നേതാക്കളെല്ലാം ചേർന്ന് ആ ഫോട്ടോഗ്രാഫറെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം. ഇത്തരത്തിൽ പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും പരാമർശം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നായിരിക്കണം ഒരുപക്ഷെ LDF നേതാക്കൾ ആ ഫോട്ടോഗ്രാഫറെ അവിടെ നിന്ന് മാറ്റിയത്. അതിലും നിലവിൽ UDF ജില്ലാ കമ്മിറ്റി പരാതി നൽകിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി എളമരം കരീമിനെതിരെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഇപ്പോൾ നിലവിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ടും ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഒടുവിലായി പുറത്തു വരുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇതിൽ പ്രാഥമിക പരിശോധന നടത്തിയതിനു ശേഷം ഇതിൽ പെരുമാറ്റച്ചട്ട ലംഘനം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ജില്ലാ കളക്ടറുടെ പ്രാഥമിക പരിശോധന ശേഷം വിലയിരുത്തിയിട്ടുള്ളത്. അതിനുശേഷമാണ് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിനോട് വിശദീകരണം തേടിക്കൊണ്ട് നോട്ടീസ് നൽകിയിട്ടുള്ളത്. സ്മിത, ശരി. മന്ത്രി PA മുഹമ്മദ് റിയാസ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയാണ് UDF ഉന്നയിച്ചത്. അതിലിപ്പോൾ വിശദീകരണം തേടിയിട്ടുണ്ട് മന്ത്രിയോട്. എന്നാൽ
മന്ത്രി പറയുന്നത് പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ല, ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ആണ്. ഇനി വരും മണിക്കൂറുകളിൽ ഏത് രീതിയിലാണ് ഇതിന്റെ നടപടികൾ പോവുക, മന്ത്രിയുടെ ഒരു വിശദീകരണം ഔദ്യോഗികമായി ഏത് രീതിയിൽ എത്തും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞേക്കും. അരുൺ പൂപ്പറമ്പ കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ പിന്തുണയ്ക്കും എന്ന SDPI പ്രഖ്യാപനത്തിന് പിന്നാലെ രാഷ്ട്രീയ വാക്പോര്. കോൺഗ്രസ് രാജ്യദ്രോഹികളുമായി സഖ്യമുണ്ടാക്കുന്നു എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ ആരോപണം. കോൺഗ്രസ് ആരുടെയും പിന്തുണ തേടിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. SDPIയുടെ പിന്തുണ തള്ളാതെയും കൊള്ളാതെയും കരുതലോടെയാണ് UDF നീക്കം. ആളുകൾ വോട്ട് ചെയ്യുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞങ്ങൾ അവരുമായിട്ട് ഒരു ധാരണയും ഇല്ല, ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല, ഞങ്ങൾ അവരുടെ പിന്തുണയെ ആവശ്യപ്പെട്ടിട്ടില്ല. ആളുകൾ ഇൻഡിവിജ്വലായിട്ടാണ് വോട്ട് ചെയ്യണത്, അവരവരുടെ ഇഷ്ടപ്രകാരം. രഹസ്യ വോട്ടാണ്, ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്യട്ടെ. ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ലെന്നായിരുന്നു RSP നേതാവ് ഷിബു ബേബി ജോണിന്റെ പ്രതികരണം. ചർച്ച നടത്തിയിട്ടില്ലെന്നും SDPI വർഗീയ പാർട്ടിയാണെന്ന് പറയാനില്ലെന്നും രമേശ് ചെന്നിത്തല. UDF ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് സർട്ടിഫിക്കറ്റ് എഴുതാൻ ഞാൻ മുതിരുന്നില്ല. അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ജനങ്ങളത് മനസ്സിലാക്കും. ഞങ്ങൾക്ക് ഒരു കാലത്തും അവരുമായിട്ട് രാഷ്ട്രീയ ബന്ധമില്ലാത്തവരാണ്. രാഹുൽ ഗാന്ധിയെ കൂടി ഉന്നം വെച്ചായിരുന്നു K. സുരേന്ദ്രന്റെ SDPI വിമർശനം. തീവ്രവാദ പാർട്ടികളുമായി സഖ്യം ചേരുന്നതിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്നും K. സുരേന്ദ്രൻ. വിദേശ രാജ്യങ്ങളിൽ നടക്കം അവർക്ക് പരിശീലനം സിദ്ധിച്ചു എന്നാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ആ ഭീകരവാദ സംഘടനയാണ് കോൺഗ്രസ് പാർട്ടിക്ക് UDF-ന് ഇപ്പോൾ പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. SDPI പിന്തുണച്ചാലും പാലക്കാട് UDF ജയിക്കില്ലെന്നാണ് A. വിജയരാഘവന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. 2004-ൽ രാജസ്ഥാനിലെ ഖനിമന്ത്രിയുമായി ചേർന്ന് KC വേണുഗോപാലിന് ബിനാമി ഇടപാട് ഉണ്ടെന്നായിരുന്നു ശോഭയുടെ ആരോപണം. ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രിമിനൽ കേസ് ഫയൽ ചെയ്തത്. മജിസ്ട്രേറ്റിന് മുൻപാകെ KC വേണുഗോപാൽ മൊഴി നൽകി. മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. എന്തെല്ലാം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് KC വേണുഗോപാൽ? എന്തെല്ലാം കാര്യങ്ങളാണ് ഈ മൊഴിയിൽ പറയുന്നത്? സ്മിത, ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ശോഭാ സുരേന്ദ്രൻ ആദ്യഘട്ട പ്രചരണ രംഗത്ത് തന്നെ ആലപ്പുഴയിൽ ഇറങ്ങിയ സമയത്ത് KC വേണുഗോപാലിനെതിരെ ഉന്നയിച്ചത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം 2004-ൽ അന്നത്തെ രാജസ്ഥാനിലെ ഖനി മന്ത്രിയുമായി ചേർന്ന് ചില ബിനാമി ഇടപാടുകൾ നടത്തി. അതിൽ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു. ഒപ്പം തന്നെ കരിമണൽ വ്യവസായികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അഴിമതി വാങ്ങിച്ചു തുടങ്ങി മുഖ്യമന്ത്രിയുടെ മകളുമായി ചേർന്ന് നിലവിലുള്ള ആരോപണം, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ആരോപണം. അതിൽ ഈ കരിമണൽ കടത്തിക്കൊണ്ടുപോകുന്ന കരിമണൽ കമ്പനിയെ സഹായിക്കാൻ വേണ്ടി KC വേണുഗോപാലുമായി ചേർന്ന് വലിയ രീതിയിൽ കോടിക്കണക്കിന് രൂപ KC വേണുഗോപാൽ സമ്പാദിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങളായിരുന്നു KC വേണുഗോപാലിനെതിരെ ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചത്. ഇതിലൊന്നും തന്നെ പ്രതികരിക്കാൻ ആദ്യഘട്ടത്തിൽ KC വേണുഗോപാൽ തയ്യാറായില്ല. കാത്തിരുന്ന് കാണാമെന്നുള്ള പ്രതികരണമായിരുന്നു KC വേണുഗോപാൽ നൽകിയത്. അതിൻ്റെ ആ രീതിയിൽ തന്നെയാണ് നിലവിൽ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. ആലപ്പുഴ ജില്ലാ മജിസ്ട്രേറ്റ് കോടതി 1-ലാണ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. മാത്യു കുഴനാടൻ MLA KC വേണുഗോപാലിന് വേണ്ടി ഹാജരായി. ഈ മൊഴിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ തേജോവധം ചെയ്യാൻ വേണ്ടി തന്നെ ഇല്ലാത്ത കഥകൾ, അതായത് ഒരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ നിരത്തി പൊതുമധ്യത്തിൽ തന്നെ പോലൊരു നേതാവിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്തുള്ളത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് ലംഘനമാണ് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മജിസ്ട്രേറ്റ് മുൻപാകെ KC വേണുഗോപാൽ ഈ മൊഴി നൽകിയിട്ടുള്ളത്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ ഈ മൊഴി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പല വേദികളിലും ആവർത്തിക്കുന്നുണ്ട് എന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ പറയുന്നത്. പല പ്രചാരണ വേദികളിലും LDF UDF സ്ഥാനാർത്ഥികളിൽ പ്രധാനമായും ശോഭാ സുരേന്ദ്രൻ ഫോക്കസ് ചെയ്യുന്നത്, പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത് KC വേണുഗോപാലിനെതിരെയാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിരത്തി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിൽ ഉച്ച കഴിഞ്ഞ് 3:30 KC വേണുഗോപാൽ 3 മണിയോടുകൂടിയാണ് KC വേണുഗോപാൽ ആലപ്പുഴ ജില്ലാ കോടതിയിലെത്തി ഈ മാനനഷ്ടത്തിനുള്ള കേസ് ഫയൽ ചെയ്തത്. ശരി, മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 17 സീറ്റുകളിലേക്ക് കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആന്ധ്ര, ഒഡീഷ, ബംഗാൾ, ബീഹാർ സംസ്ഥാനങ്ങളിലെ സീറ്റുകളാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. YS ശർമിള റെഡ്ഡി കടപ്പ സീറ്റിൽ നിന്ന് മത്സരിക്കും. ബീഹാറിലെ കട്ടിഹാറിൽ താരിഖ് അൻവർ സ്ഥാനാർത്ഥിയാകും. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, മറ്റേതെല്ലാം പ്രമുഖർ മത്സരിക്കുന്നുണ്ട്? ഈ 17-18 പേരെ കൂടി പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ പ്രധാനപ്പെട്ടത് ഏതെല്ലാം മണ്ഡലങ്ങളാണ്?
സ്മിത, കോൺഗ്രസിന്റെ 11ാമത് സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പട്ടികയിൽ 17 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള 5 സീറ്റുകളും ബീഹാറിൽ നിന്നുള്ള 3 സീറ്റുകളും ഒഡീഷയിൽ നിന്നുള്ള 8 സീറ്റുകളും പശ്ചിമ ബംഗാളിൽ നിന്നുള്ള 1 സീറ്റിലെയും സ്ഥാനാർത്ഥിയെയാണ് കോൺഗ്രസ് ഈ പട്ടികയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ സീറ്റിൽ പല്ലം രാജു മത്സരരംഗത്തുണ്ട്. ഒപ്പം തന്നെ ഈ പട്ടികയിൽ മത്സരരംഗത്തുള്ളത് ബീഹാറിലെ കാട്ടിഹാർ സീറ്റിൽ നിന്നും താരിഖ് അൻവർ, കേരളത്തിന്റെ നേരത്തെ ചുമതലയുണ്ടായിരുന്ന ACC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ തന്റെ സിറ്റിംഗ് മണ്ഡലത്തിൽ തന്നെ മത്സരിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ മറ്റ് നിരവധി പ്രമുഖർ, പ്രാദേശിക പ്രമുഖരായ ഒട്ടേറെ നേതാക്കൾ ഈ സ്ഥാനാർത്ഥി പട്ടികയിലും ഇടം പിടിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ കടപ്പ സീറ്റിൽ YSR കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയും ഏറ്റവും ഒടുവിൽ കോൺഗ്രസിലേക്ക് വന്ന YS ഷർമിള മത്സരരംഗത്തുണ്ട്. ഷർമിളയെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു കോൺഗ്രസ് എന്നുള്ളതാണ്. ആന്ധ്രാപ്രദേശിൽ ഇത്തവണ കടുത്ത മത്സരം ഒരുക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ആന്ധ്രാപ്രദേശ്. ഇതുകൂടാതെ ഇതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിലെയും ഒഡീഷയിലും നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടി കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ 114 സ്ഥാനാർത്ഥികളെയും ഒഡീഷയിലെ 49 സ്ഥാനാർത്ഥികളുടെയും പട്ടികയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്മിത. ശരി. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. വാർത്തകളിലേക്ക് വീണ്ടും. പെരുമാറ്റച്ചട്ട ലംഘന പരാതിയിൽ മന്ത്രി മുഹമ്മദ് റിയാസിനോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടി. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് നോട്ടീസ് നൽകിയത്. കോഴിക്കോട് സ്റ്റേഡിയം രാജ്യാന്തര നിലവാരത്തിലെത്തിക്കാൻ തീരുമാനിച്ചെന്ന് പൊതുവേദിയിൽ പ്രസംഗിച്ചതിനാലാണ് പരാതി. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട്. അരുൺ, നേരത്തെ മന്ത്രി തന്നെ പറഞ്ഞ ഒരു വിശദീകരണം, താൻ പുതുതായി പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല, ചെയ്ത കാര്യം പറയുക മാത്രമാണ് ചെയ്തത്. ഇത്തരത്തിലൊരു വിശദീകരണം തന്നോട് ഔദ്യോഗികമായ ഒരു വിശദീകരണം അല്ലെങ്കിൽ അതിലൊരു നോട്ടീസ് തനിക്ക് ലഭിച്ചിട്ടുമില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. പക്ഷെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു അല്ലേ? സ്മിത, തീർച്ചയായും ഇന്ന് രാവിലെയാണ് UDFന്റെ ജില്ലാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ജില്ലാ വരണാധികാരിക്ക് നൽകിയത്. അതിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു പ്രാഥമികമായിട്ടുള്ള അന്വേഷണം ഇതിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ ഇതിൽ പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷമാണ് മന്ത്രി മുഹമ്മദ് റിയാസിനോട് ഇപ്പോൾ ജില്ലാ കളക്ടർ വിശദീകരണം തേടിയിട്ടുള്ളത്. ആ നോട്ടീസ് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിന് ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഒടുവിലായി ലഭ്യമാകുന്ന വിവരം. നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടായിട്ടില്ല എന്ന ഒരു വിശദീകരണമാണ്, അല്ലെങ്കിൽ നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് ഈ സ്റ്റേഡിയം നവീകരണം. അത് താൻ ഒരിക്കൽ കൂടി പറയുക മാത്രമാണ് ചെയ്തത്. അതിൽ പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്നൊരു വിശദീകരണമാണ് മന്ത്രി നൽകിയത്. തനിക്ക് നോട്ടീസ് ലഭിച്ചിരുന്നില്ല എന്ന കാര്യം കൂടി മന്ത്രി പറഞ്ഞിരുന്നു. എന്തായാലും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയപ്പോൾ മുഹമ്മദ് റിയാസിന് ഇപ്പോൾ ഇതിൽ വിശദീകരണം തേടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. മന്ത്രിയുടെ വിശദീകരണം കണക്കിന് അടിസ്ഥാനമാക്കിയായിരിക്കും ഇനി തുടർ നടപടികൾ സ്വീകരിക്കുക. എന്തായാലും പ്രാഥമിക അന്വേഷണത്തിൽ ഇതിൽ പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ വിലയിരുത്തിയിട്ടുള്ളത്. ശരി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘന പരാതിയിൽ മന്ത്രി മുഹമ്മദ് റിയാസിനോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടി. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അരുൺ പൂപ്പറമ്പയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇടുക്കി ഉടുമ്പൻചോലയിലെ ഇരട്ട വോട്ട് പരാതിയിൽ റവന്യൂ വകുപ്പിന്റെ ഹിയറിംഗിനായി ഹാജരായത് 115 പേർ. 30ഓളം പേർ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാൻ സമ്മതപത്രം നൽകി. അതേസമയം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഉടൻ ഒഴിവാക്കില്ല. ഇടുക്കി ഉടുമ്പൻചോല പഞ്ചായത്തിലെ 6, 12 എന്നീ വാർഡുകളിലെ 211 പേർക്കാണ് കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുണ്ടെന്ന് കണ്ടെത്തിയത്. ചതുരംഗപ്പാറ വില്ലേജ് ഓഫീസിൽ ഡെപ്യൂട്ടി തഹസിൽദാർ കണ്ണന്റെ നേതൃത്വത്തിൽ നടന്ന ഹിയറിംഗിൽ 115 പേർ നേരിട്ട് ഹാജരായി. ഇവരിൽ നിന്ന് എവിടെ വോട്ട് രേഖപ്പെടുത്താനാണ് താൽപര്യമെന്ന സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങി. 85ഓളം പേർ കേരളത്തിൽ വോട്ട് നിലനിർത്തണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഹാജരാകാത്തവർ തമിഴ്നാട്ടിൽ സ്ഥിരതാമസമുള്ളവരോ മരിച്ചവരോ ആണെന്നാണ് നിഗമനം. നോട്ടീസ് കൈപ്പറ്റിയവർ ഹാജരാകാത്തത് സംബന്ധിച്ച് റവന്യൂ വകുപ്പ് പരിശോധന നടത്തും. മുൻപ് തമിഴ്നാട്ടിൽ കഴിഞ്ഞവരും വിവാഹശേഷം ഇടുക്കിയിലേക്ക് വന്നവരും 2 സംസ്ഥാനത്തെയും വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു 107 പേരുടെ മാത്രം പറയേണ്ട കാര്യം നോക്കുന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കൂടെ അങ്ങ് തീർത്തോട്ടെ, അല്ലെങ്കിൽ എല്ലാവരും കൂടെ വോട്ട് ചെയ്യണം എന്നുള്ളത് തന്നെ അങ്ങോട്ട് എവിടെ വേണമെങ്കിലും വോട്ട് ചെയ്യാൻ അങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് എല്ലാവരും കൂടെ വിട്ടാലും കുഴപ്പമില്ലായിരുന്നു.
ഈ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ ഒരു വർഷമായിട്ട് ചെയ്യുന്നത് ഇച്ചിരി സങ്കടം തന്നെയാണ്. ഹിയറിംഗ് സംബന്ധിച്ച റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറും. തുടർന്ന് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ഫോട്ടോ പതിച്ച വോട്ടേഴ്സ് ലിസ്റ്റ് ഔദ്യോഗികമായി ആവശ്യപ്പെടും. ഇത് ഇടുക്കിയിലെ വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്ത് പരിശോധിക്കും. ഇതിനുശേഷമാകും ഇരട്ട വോട്ടുകളിൽ ഒന്ന് നീക്കം ചെയ്യുക. ഇടുക്കിയിലെ തമിഴ് ഭൂരിപക്ഷ തോട്ടം മേഖലയിൽ കൂടുതൽ ഇരട്ട വോട്ടുകളുണ്ടെന്ന സംശയം ശക്തമായിട്ടുണ്ട്. 24 ഇടുക്കി. മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി MP സഞ്ജയ് സിംഗിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. ഇഡിക്കെതിരെ വിമർശനം ഉന്നയിച്ച സുപ്രീം കോടതി സഞ്ജയ് സിംഗിനെതിരെ തെളിവോ പണമോ കണ്ടെത്താനായില്ലെന്നും വ്യക്തമാക്കി. അറസ്റ്റിലായി 6 മാസത്തിനു ശേഷമാണ് ജാമ്യം അനുവദിച്ചത്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, കഴിഞ്ഞ ഒക്ടോബറിലാണ് സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്തത്. ഇത്തരത്തിലുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് തെളിവ് ഒന്നും തന്നെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈയൊരു കാര്യം പറഞ്ഞ് ഇഡിക്കെതിരെ ഒരു വിമർശനവും ഉന്നയിക്കുന്നു കോടതി. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് ബൽറാം? സ്മിത, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാവും രാജ്യസഭാംഗവുമായ സഞ്ജയ് സിംഗിനെ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. സ്മിത സൂചിപ്പിച്ച പോലെ 6 മാസം മുമ്പാണ് സഞ്ജയ് സിംഗിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ നടന്ന കോഴ ഇടപാടിൽ, പണ ഇടപാടിൽ സഞ്ജയ് സിംഗ് സഹായികൾ വഴി പണം കൈപ്പറ്റിയിരുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഇഡി ഉന്നയിച്ചിരുന്നത്. ഈ കേസിൽ ആദ്യമായി ജാമ്യം ലഭിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവായി മാറിയിരിക്കുകയാണ് ഇതോടുകൂടി സഞ്ജയ് സിംഗിനെ കൂടാതെ നിലവിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. കോടതി ശക്തമായ വിമർശനവും ഈ കേസ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നേരെ ഉന്നയിച്ചിട്ടുണ്ട്. സഞ്ജയ് സിംഗിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് കോടതി ചോദിച്ചത്. എന്നാൽ അതിന്റെ ആവശ്യമില്ല എന്ന നിലപാടാണ് ഇഡിക്ക് ഉള്ളത്. പിന്നെ എന്തുകൊണ്ട് സഞ്ജയ് സിംഗിനെ ജയിലിൽ തന്നെ കഴിയാൻ അനുവദിക്കുന്നു, ജയിലിൽ തന്നെ തുടരുന്നു എന്നാണ് കോടതി ഉന്നയിച്ച കാര്യം. ഒപ്പം തന്നെ സഞ്ജയ് സിംഗിനെതിരെ യാതൊരു തരത്തിലുള്ള തെളിവുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും നിരവധി റെയ്ഡുകളിലും പണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യവും കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി MP സഞ്ജയ് സിംഗിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. ഇഡിക്കെതിരെ സുപ്രീം കോടതി വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. ഫ്ലെക്സുകൾക്കും വിനൈൽ പ്രിന്റുകൾക്കും മുൻപ് ചുവരെഴുത്തും മതിലെഴുത്തും മാത്രം സജീവമായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലം ഇവിടെ ഉണ്ടായിരുന്നു. 4 പതിറ്റാണ്ടിന് മുൻപ് അത്തരമൊരു കാലത്തിന്റെ ചുവരെഴുത്ത് ഇപ്പോഴും മായാതെ നിൽപ്പുണ്ട് വയനാട്ടിൽ. ചെമ്പ്ര എരുമക്കൊല്ലി നമ്പർ 2-ലെത്തിയാൽ പാടിമുറിയിലെ ചുവരിൽ 2 കാലങ്ങൾ കാണാം. ഒന്ന് 1980, മറ്റൊന്ന് 2024. അന്നും തെരഞ്ഞെടുപ്പിന് വീറും വാശിയും ഉണ്ടായിരുന്നു. ഇന്നും അതിന് മാറ്റമൊന്നുമില്ല. ചെമ്പ്രമലയ്ക്ക് താഴെ തേയിലക്കാടുകൾക്ക് നടുവിലായി ഒരു ഗ്രാമം. ഇവിടുത്തെ പാടിയുടെ ചുമരിൽ ഒരു ഭാഗത്ത് കാണാം കറുത്ത പ്രതലത്തിൽ വെളുത്ത എഴുത്ത്: അരങ്ങിൽ ശ്രീധരനെ വിജയിപ്പിക്കുക. കാലം 44 ആണ്ട് മുമ്പ്. ഒന്നാമത് അതിൻ്റെ മുകളിലേക്ക് ആർക്കും എത്തൂല. അത് മായ്ക്കാനായിട്ട് കമ്പനി അതിന് താല്പര്യം കാണിക്കാറുമില്ല. തെക്കോട്ടുള്ള കാറ്റ് ഈ ചുമരുമ പതിക്കാതിരിക്കാൻ അന്നത്തെ കാലത്ത് ചുമരിൻ്റെ 2 സൈഡും ഈ എസ്റ്റേറ്റിൻ്റെ ആൾക്കാരെ വിട്ടിട്ട് ബ്ലാക്ക് പെയിൻ്റ് അടിപ്പിക്കും. ചുമര് നനഞ്ഞിട്ട് ഈർപ്പം ഉള്ളിലേക്ക് പോകാതിരിക്കാനും ഭിത്തി അടർന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഏർപ്പാടാണത്. അത് അതിന് മേലെ ഇപ്പോൾ മായ്ക്കൽ നിർത്തി, കറുത്ത പെയിൻ്റ് അടിക്കലും നിർത്തി. അപ്പോൾ പിന്നെ അതങ്ങനെ നിലനിന്ന് പോണ്. ആരും അതിനൊരു ആക്ഷേപവും പറയുന്നില്ല, ഒന്നുമില്ല. അതങ്ങനെ നിലനിന്ന് പോണു. ഇത് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അതവിടെ ഉണ്ടാവും, ആ ഓർമ്മ ഉണ്ടാവും. അന്ന് ജനതാ പാർട്ടി ഐക്യമുന്നണിയിലായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ CPIMലെ ഇമ്പിച്ചി ബാവ വെന്നിക്കൊടി നാട്ടി. കോഴിക്കോട് മണ്ഡലത്തിൽ ചെങ്കൊടികൾ ഉയർന്നു. നല്ല വർക്കാം പാടുക സാർ, എല്ലാ വീട്ടിലും കയറും. രാത്രിയൊക്കെ നല്ല ജമത്തിന് മുദ്രാകം പിടിച്ച് പന്തം കെട്ടി മുദ്രാകം പിടിച്ച് നടക്കലായിരുന്നു. ഏണി വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ ഓയിലിൽ ഇവർ എഴുതുമ്പോൾ ഞങ്ങളൊക്കെ വന്നങ്ങനെ നോക്കലുണ്ട്. ചെറുതാണ് അന്നൊക്കെ ഏണി വെച്ചിട്ട് ഈ ബ്രഷ് മറ്റേ കാട്ടുന്ന കൊണ്ടുവരുന്ന ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഇതൊക്കെ എഴുതൽ. അന്ന് ഭയങ്കര വീറും വാശി തന്നെയായിരുന്നു ഇവർ. അരങ്ങിൽ ശ്രീധരൻ പരാജയപ്പെട്ടെങ്കിലും ഈ ചുവരെഴുത്ത് ഇങ്ങനെ തോൽക്കാതെ നിൽക്കുന്നു. താഴെ പുതിയ കാലത്തെ മത്സരാർത്ഥികളുടെ ബഹുവർണ്ണ ചിത്രങ്ങൾ പുഞ്ചിരി തൂകുന്നു. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ഇതോടെ 24 ഇലക്ഷൻ സ്പെഷ്യൽ ബുള്ളറ്റിൻ അവസാനിക്കുകയാണ്.